പതിവ് തെറ്റിക്കാതെ ഇത്തവണയും നോമ്പുതുറ സമയത്ത് പാണ്ടിക്കാട്ടുകാർക്ക് തരിക്കഞ്ഞി വിതരണവുമായി അസിയാക്കയും ദേവദാസനും. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തോളമായി അങ്ങാടിയിലെ തരിക്കഞ്ഞി വിതരണത്തിനാണ് ഇക്കുറിയും പാണ്ടിക്കാട്ടുകാരുടെ അസിയാക്ക മുടക്കം വരുത്തിയില്ല. കഴിഞ്ഞ 49 വർഷക്കാലത്തോളമായി നോമ്പുകാലത്ത് പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ തരിക്കഞ്ഞി വിതരണവുമായി അസിയാക്ക ഉണ്ടാവുന്നത് പതിവാണ്. കൂട്ടിനായി വാലിൽ ഗോപാലനും ദേവദാസനും. ഗോപാലൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടുവെങ്കിലും ദേവദാസൻ ഇന്നും അസിയാക്കയ്ക്ക് കൂട്ടായി തരിക്കഞ്ഞി വിതരണത്തിന് സഹായിയായി കൂടെയുണ്ട്. നോമ്പുതുറ സമയത്തിന് മുമ്പായി അങ്ങാടിയിലെത്തുന്ന അസിയാക്കയുടെ തരിക്കഞ്ഞി വാങ്ങി കുടിക്കുവാനും വീടുകളിലേക്ക് പാർസൽ കൊണ്ടുപോകുന്നതിനുമായി ജാതിമത ഭേദമന്യേ ആളുകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ്. റവ, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി മുതലായവ ചേർത്ത് അസിയാക്ക പാചകം ചെയ്ത് കൊണ്ടുവരുന്ന തരിക്കഞ്ഞിക്ക് പ്രത്യേക സ്വാദാണെന്ന് പതിവായി ഇത് കഴിക്കാനായി എത്തുന്നവരും പങ്കുവയ്ക്കുന്നു. ഞാൻ 5-6 കൊല്ലമായിട്ട് തരിക്കഞ്ഞി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഞാൻ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ് ഈ അസിയാക്കൻ്റെ തരിക്കഞ്ഞി. ഇതിപ്പോ ഒരു സൗകര്യം കൂടിയാണ്. സൗകര്യമാണ് വഴിയാത്രക്കാർക്ക് വരെ നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അസിയാക്കൻ്റെ തരിക്കഞ്ഞി കുടിച്ച് നോമ്പ് തുറന്ന് ആശ്വാസം പോലെ പോവാം. ഗ്ലാസ് 1-ന് 20 രൂപ നിരക്കിലാണ് തരിക്കഞ്ഞി വിൽപ്പന. അസിയാക്കയുടെ തരിക്കഞ്ഞി വിതരണം ഇല്ലാത്തൊരു നോമ്പുകാലം എന്നത് അങ്ങാടിയിലെത്തുന്നവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത സാഹചര്യമാണ്. തന്റെ അടുത്തെത്തുന്നവരുടെ സംതൃപ്തിയാണ് തനിക്ക് ഏറ്റവും സന്തോഷമെന്നും അതുകൊണ്ടാണ് തരിക്കഞ്ഞി വിതരണവുമായി 50 വർഷക്കാലത്തോളമായി ഇവിടെ എത്തുന്നതെന്നും അസിയാക്കയും പങ്കുവയ്ക്കുന്നു. 49 വർഷം എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ആദ്യം ഒരു 8-10 വർഷം ജ്യേഷ്ഠനായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. 49 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷെ എത്ര രൂപയ്ക്ക് അപ്പോൾ ഒരു ഗ്ലാസ് തരിക്കഞ്ഞി കൊടുക്കുന്നത്? തുടക്കത്തിൽ 10 രൂപ. 10 രൂപ അല്ലേ? ഒരു ഗ്ലാസ്സിൽ 10 രൂപ. 5 മുതൽ തുടങ്ങിയതാണ്. 5 രൂപ. പിന്നെ 10 അങ്ങനെ പോയി 8 ആയി, 10 ആയി, 15 ആയി, ഇപ്പോൾ 20 വെക്കാണ്. 3 വർഷമായിട്ട് 20 തന്നെയാണ്. അസിയാക്കയുടെ തരിക്കഞ്ഞി വിതരണത്തിന് സഹായകമായി കൂടെ നിൽക്കാൻ കഴിയുന്നതിൽ നിറഞ്ഞ സന്തോഷമെന്ന് വാലിൽ ദേവദാസനും പങ്കുവച്ചു. കേരള വിഷൻ, വണ്ടൂർ.